വിദ്യാർത്ഥികളുടെ ബാഗിൽ മിന്നൽ പരിശോധന നടത്തിയ പാലക്കാട് എലപ്പള്ളി സർക്കാർ സ്കൂൾ പ്രിൻസിപ്പലിന് ഹൈക്കോടതിയുടെ അഭിനന്ദനം. പ്രിൻസിപ്പൽ മാതൃകാപരമായ പ്രവൃത്തിയാണ് ചെയ്തതെന്ന് കോടതി. കുട്ടികൾ സ്കൂളിൽ വരുന്നത് ഫോണുമായി ആണ് എന്ന സംശയത്തെ തുടർന്നായിരുന്നു പരിശോധന നടത്തിയത്. പരിശോധനയിൽ വിദ്യാർത്ഥിയുടെ ബാഗിൽ നിന്ന് ലഭിച്ച ഫോണിൽ അശ്ലീല ചിത്രങ്ങളും വീഡിയോയും കണ്ടെത്തി. ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്ന സിയാദാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെയാണ് പ്രിൻസിപ്പളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കാലത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. ഇതിൽ ഹൈക്കോടതി ഏത് രീതിയിലാണ് അഭിനന്ദിച്ചിരിക്കുന്നത്? അത് ഈ കുട്ടികളുടെ ബാഗ് പരിശോധന സംബന്ധിച്ച് ബാലാവകാശ കമ്മീഷന്റെ അടക്കം ഉത്തരവുകൾ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഇത് വലിയ വിവാദങ്ങളും ചർച്ചകളുമായ ഒരു വിഷയമാണ്. സ്കൂൾ കുട്ടികളുടെ ബാഗുകൾ അധ്യാപകർ പരിശോധിക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള വലിയ വിമർശനങ്ങളും നേരത്തെ നിലനിന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഒരു സ്കൂൾ പ്രിൻസിപ്പലിനെ അഭിനന്ദിക്കുന്നത് എന്ന ഇത് എടുത്തു പറയേണ്ടതുണ്ട്. പാലക്കാട് സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് മുതിർന്നത്. കാരണം ഈ കുട്ടികൾ സ്കൂളിൽ വരുന്നത് ബാഗുകളിൽ മൊബൈൽ ഫോൺ സൂക്ഷിക്കുന്നുണ്ട് എന്ന സംശയം ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് സ്കൂൾ പ്രിൻസിപ്പൽ മിന്നൽ പരിശോധന നടത്തിയത്. ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് ഇത്തരത്തിൽ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും കണ്ടെത്തുകയും ചെയ്തു. സഹ അധ്യാപകർ വിഷയം പോലീസിൽ അറിയിക്കാൻ മടിച്ചു. എന്നാൽ പ്രിൻസിപ്പൽ നൽകിയ പരാതിയിൽ പാലക്കാട് ടൗൺ പോലീസ് അജയകൃഷ്ണ എന്ന വിദ്യാർത്ഥിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഈ വിദ്യാർത്ഥി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതിയുടെ മുമ്പാകെ എത്തിയത്. കുട്ടികൾക്കെതിരെ പരാതി നൽകാതെ കൃത്യമായ രീതിയിൽ പരാതി നൽകുകയും കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. പാലക്കാട് എലപ്പള്ളി സർക്കാർ സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഇത്തരത്തിലുള്ള മാതൃകാപരമായ നടപടി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ അഭിനന്ദനം അർഹിക്കുന്നു എന്നാണ് ജസ്റ്റിസ് ടി വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയത്. ശരി ഷബ്ന, വിദ്യാർത്ഥികളുടെ ബാഗിൽ മിന്നൽ പരിശോധന നടത്തിയ പാലക്കാട് എലപ്പള്ളി സർക്കാർ സ്കൂൾ പ്രിൻസിപ്പലിനാണ് ഹൈക്കോടതിയുടെ അഭിനന്ദനം. മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ് പ്രധാനാധ്യാപിക നടത്തിയത് എന്നുള്ളതാണ് ഹൈക്കോടതി പറയുന്നത്.